സർക്കസ്. അവിടെ മൃഗങ്ങൾ മാത്രമേ ഉള്ളൂ. അഭ്യാസങ്ങൾ കാണിക്കുന്നതിൽ മാത്രമല്ല, അത് നടത്തുന്നത് മാനേജര്. എന്തിന്? ടിക്കറ്റ് കൗണ്ടറിൽ ടിക്കറ്റ് കൊടുക്കാൻ വരെ ഇരിക്കുന്നത് മൃഗങ്ങൾ. ആ സർക്കസ് കാണാൻ പറ്റുന്നതോ കുട്ടികൾക്ക് മാത്രം. ചെറുതെങ്കിലും അതിമനോഹരമായ സർക്കസ് എന്ന ഈ പുസ്തകം രചിച്ചിരിക്കുന്നത് മാലിയാണ്. മാലി എന്നാൽ വി മാധവൻ നായർ. DC ബുക്സ് ആണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. കോമൺ സർക്കസ് എന്നൊരു സർക്കസ് ഉണ്ടായിരുന്നു. കോമൺ മാസ്റ്ററുടേതായിരുന്നു ആ സർക്കസ്. അവിടെ ഒരുപാട് ആളുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഏറ്റവും പ്രിയം അവിടുത്തെ മൃഗങ്ങളായിരുന്നു. ജംബു എന്ന കുറുക്കൻ, കരുമ കരടി, ഒട്ടകങ്ങൾ, കുതിരകൾ, പിന്നെ 2 ആൺകുരങ്ങൾ, മൂത്തവൻ ചിമ്പൻ, ഇളയവൻ കൊച്ചിമ്പൻ, ജലദോഷിക്കടുവ, ദംഷിക്കടുവ, അങ്ങനെ ഒരുപാട് മൃഗങ്ങൾ. ഒരു ദിവസം കോമൺ മാസ്റ്ററുടെ പ്രിയപ്പെട്ട മകൻ ചിരിക്കുടുക്കെ ആരോ തട്ടിക്കൊണ്ടുപോയി. കോമൺ സർക്കസിലെ മാനേജറായിരുന്ന കേളനായിരുന്നു അതിന്റെ പിന്നിൽ. മകൻ പോയ വിഷമത്തിൽ സങ്കടപ്പെട്ടാണ് കോമൺ മാസ്റ്റർ മരിച്ചത്. അങ്ങനെ കോമൺ സർക്കസ് കേളൻ സർക്കസായി. പക്ഷേ കോമൺ മാസ്റ്ററുടെ പ്രിയപ്പെട്ട മൃഗങ്ങൾ ചതിയനായ കേളന്റെ കൂടെ പോയില്ല. അവർ ആലോചിച്ച് മറ്റൊരു സർക്കസ് തുടങ്ങി. മൃഗങ്ങൾ മാത്രമുള്ള സർക്കസ്, ജന്തു സർക്കസ്. ജന്തു സർക്കസ് പെട്ടെന്ന് തന്നെ സൂപ്പർ ഹിറ്റായി. എങ്ങനെ സൂപ്പർ ഹിറ്റ് ആകാതിരിക്കും? ട്രപ്പീസ് കളിക്കുന്നത് കരടികൾ, കുതിരകളും ഒട്ടകങ്ങളും തമ്മിലുള്ള ഹോക്കി കളി, മറ്റു മൃഗങ്ങളുടെ കിടിലൻ അഭ്യാസങ്ങൾ. ശരിക്കും പറഞ്ഞ നമ്മുടെ പുസ്തകത്തിൽ ഈ ഭാഗം ഞാൻ വായിച്ചപ്പോൾ ശരിക്കും സർക്കസ് കൂടാരത്തിൽ പോയിരുന്ന് കാണുന്നത് പോലെയായിരുന്നു. അടിപൊളി. കഥ ഇവിടെ തീരുന്നില്ല. കേളനും കേളന്റെ അനുയായിയായ ചാപ്പനും ജന്തു സർക്കസിനെ തകർക്കാൻ വേണ്ടി അവിടുത്തെ തന്നെ ചില മൃഗങ്ങളെ കൂട്ടുപിടിക്കും. പക്ഷെ തകരാതെ മൃഗങ്ങളും തിരിച്ചടിക്കും. ഇനി അവർക്ക് എന്തു സംഭവിക്കും? അവർക്ക് ചിരിക്കുടുക്കെ തിരിച്ചു കിട്ടുമോ? അതൊക്കെ നിങ്ങൾ വായിച്ചു തന്നെ മനസ്സിലാക്കുക. കേവലം 103 പേജ് മാത്രമുള്ള ഈ പുസ്തകം കുട്ടികൾക്ക് വേണ്ടി ലളിതമായ ഭാഷയിൽ രസകരമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. മുതിർന്നവർക്കും ആസ്വദിച്ച് വായിക്കാവുന്ന ഒരു പുസ്തകമാണ് ഇത്. മാലിയുടെ മറ്റു കൃതികളായ പോരാട്ടം, ജന്തുസ്ഥാൻ, മാലി കൃതികൾ, മാലി രാമായണം, അങ്ങനെ ഒരുപാട് പുസ്തകങ്ങളും നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ നിർത്തട്ടെ. പുതിയ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. ഒരു കാര്യം കൂടി, എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരോട് ഷെയർ ചെയ്യുകയും വേണം. സ്നേഹപൂർവ്വം, കോട്ടയത്ത് നിന്നും നിബിൻ.